ഇന്ന് ദച്ചുവിനും വിഷുവിനും സഹീനും 3 പേർക്കും ടൂറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കാൻ പോകണം. വൈകിട്ട് 5 മണിക്കാണ് വരുമെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ ഓട്ടോ ഇങ്ങോട്ട് പണി കിടക്കണോണ്ട് വീണ്ടും അവിടെ ഓട്ടോ വരത്തില്ല. പിന്നെ ഞാനിവിടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നിട്ട് ഓട്ടോ പിടിക്കാൻ നോക്കും. അപ്പോൾ എല്ലാ ഓട്ടോയും ഫുള്ളായിട്ടാണ് വന്നത്. യൂബറാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് അത് കാണാനില്ല. അവസാനം വണ്ടി വന്ന് ഞാൻ വണ്ടിയിൽ കയറി പോയി. ഉള്ളൂരെത്തിയപ്പോഴേക്കും അവിടെ ബ്ലോക്ക്. നോക്കിയപ്പോഴോ ദച്ചുവിൻ്റെ ബസ് ഇതാ ഞങ്ങളുടെ ഫ്രണ്ടിലേ പോകുന്നു. ഞാൻ ആകെ ടെൻഷനായി. കാരണം എനിക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും ഇവിടെ ഇറക്കുമോ എന്താണ്. ബസ്സാണെങ്കിൽ നല്ല ഫാസ്റ്റിലും പോയി. പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ബസ്സിൻ്റെ പുറകെ പെട്ടെന്ന് വിട്ടോന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ കത്തിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് നേരെ അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബസ്. വിഷുവിന് ദച്ചുവിനും 2 പേർക്കും 2 സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി സ്പീഡിന് നടന്നു സ്കൂളിൻ്റെ അവിടെ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ദച്ചു ടീച്ചറിൻ്റെ കൈയും പിടിച്ച് നിൽക്കണം ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദച്ചുവിനെ ഹാപ്പി ആയി. ദച്ചു നോക്കിയപ്പോൾ എല്ലാ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോകണം, അവളെ വിളിക്കാൻ വന്നില്ല. അങ്ങനെ മുഖം ഞാൻ ചെന്നപ്പോഴേക്കും മാറിയാണ് ഇരുന്നത് കേട്ടോ. പിന്നെ എന്നെ കണ്ടപ്പോഴേക്കും ആൾ ഹാപ്പിയായി. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലായിരുന്നു വിച്ചു നിന്നത്. അങ്ങനെ വിച്ചുവിനെ പിന്നെ വിളിച്ചിട്ട് വന്നപ്പോഴേക്കും സഹീൻ ബസ്സിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ സഹീനെ ഇറങ്ങി 3 പേരും വന്ന് 3 പേരും നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടന്നാ പോയത്. കാരണം സ്കൂളിൻ്റെ അവിടെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറങ്ങി വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ നമുക്ക് നടന്ന് മെയിൻ റോഡിൽ പോയിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് നടന്നു, അവിടെ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ എന്നിട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ദച്ചുവിന് തളരാൻ തുടങ്ങി. ദച്ചു ഉടനെ വിശക്കണു, വെള്ളം തയ്ക്കണു എന്നും പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. അപ്പോഴേക്കും ഓട്ടോ വന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഓട്ടോയിൽ കയറിയിട്ട് വീട് വരെയാണ് ഓട്ടോ ബുക്ക് ചെയ്തത്. പക്ഷേ വഴിക്ക് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കടയിലിറങ്ങി, ബ്രെഡ് ഫാക്ടറിയിൽ ഇറങ്ങിയിട്ട് ദച്ചുവിനും വിഷുവിനും സഹീനും എന്തോ ഫുഡൊക്കെ മേടിച്ചിട്ടു. എന്നിട്ട് അതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അവിടേക്കും എവിടെ നിന്നൊക്കെയോ കുറേ മുട്ടായും അതും ഇതൊക്കെ പറക്കിക്കൊണ്ടുവന്ന് ഞാൻ ഓടിച്ചു. അവസാനം ഈ ഒരു മുട്ടായിൽ ഒതുങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ അതേ ജ്യൂസൊക്കെ മേടിച്ചിട്ട് അതുവഴി നമുക്ക് ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. അതുവഴി കയറിയിട്ട് പോയപ്പോൾ വഴിക്ക് വെച്ചൊരു പട്ടി. പക്ഷെ പട്ടി നമ്മളെ കണ്ടോടി. എന്നിട്ട് നടന്ന് വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് വിഷു പറഞ്ഞ് വേണ്ട ഞാൻ ഈ മുട്ടായി ഒന്ന് പൊട്ടിക്കണതൊന്ന് കാണിച്ചിട്ട് ക്ലോസ് ചെയ്യാം. കാരണം ആ മുട്ടായി ഉണ്ടല്ലോ വായിലിടുമ്പോൾ ഇങ്ങനെ കിടുകിടാന്ന് പൊട്ടും. മറ്റേ പൊട്ടാസ് പൊട്ടണ എന്തോ ഒരു സാധനം. അങ്ങനെ അത് പൊട്ടിച്ച് വായിലിട്ട് ഒരെണ്ണേ എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ വിഷു അത് വന്നിട്ട് കാരണം അവർക്ക് അത് വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സഹീനും കൊടുത്തു, ദച്ചുവിനും കൊടുത്തു. ദച്ചുവിന് കൊടുക്കാത്തതുകൊണ്ട് ദച്ചു ഒരു കരച്ചിൽ നടത്തി കേട്ടോ.